എന്താണ് CJ റോയിന്റെ പേരിലുള്ള ചാർജ്? എന്തിനാണ് CJ റോയിന്റെ ഓഫീസിൽ കഴിഞ്ഞ കുറേ ദിവസമായി IT റെയ്ഡ് നടത്തുന്നത്? എന്ത് സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയത്? ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ എന്തെങ്കിലും മറ്റേ കേസിൽപ്പെട്ടാൽ കൃത്യമായി വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുമല്ലോ. അതായത് മറ്റേ നമ്മുടെ നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ തന്നെ ഇവരെ പ്രതി ചേർത്തപ്പോൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ എത്ര മണിക്കൂറാണ് രാഹുൽ ഗാന്ധി ഇരുന്നത്, എങ്ങനെയാണ് ഇരുന്നത്, രാഹുൽ ഗാന്ധി വിയർത്തോ, രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നടന്നോ, രാഹുൽ ഗാന്ധി മൂത്രമൊഴിച്ചോ തുടങ്ങി എല്ലാ കാര്യങ്ങളും ED ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ കേസിന്റെ പിന്നിൽ എന്തിനാണ് CJ റോയിക്കെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നത്? കഴിഞ്ഞ കുറേ ദിവസമായി എന്തിനാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അന്വേഷണം നടന്നത്? അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഇതുവരെ IT വിഭാഗം അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. അതായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തും എന്നൊക്കെ ഇപ്പോൾ കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനായിട്ടൊക്കെ ഒരു അന്വേഷണ ഏജൻസിയെ, പ്രത്യേക അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിന് പിന്നിൽ വലിയ സംശയമുണ്ട്. ചില ബിസിനസ്സുകാർക്ക് മാത്രം വളരാൻ കഴിയുന്ന ഒരു മണ്ണായി ഇന്ത്യ മാറുന്ന ഒരു സാഹചര്യമാണ്. നോക്കൂ, അദാനിയുടെ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യത്തിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കയറുമോ? ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, അദാനിക്ക് ക്ലീൻ ചിറ്റും കിട്ടി. അമേരിക്കൻ കോടതികളിൽ അദാനിക്കെതിരെ വലിയ കേസുകളാണ്. അദാനിയെ അമേരിക്കയിൽ പോയാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ഗുരുതരമായ കേസുകൾ, അവിടെ കൈക്കൂലി കൊടുത്തു എന്നും അവിടെ കോഴ കൊടുത്തും എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ അദാനിക്കെതിരെ അമേരിക്കയിലെ കോടതികളിലുണ്ട്. അവിടെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തും ചെയ്യാം. അപ്പോൾ അദാനിക്കെതിരെ, അദാനിയെ പോലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് നേരെ ഒരു നീക്കവുമില്ല. അവിടെ ഒരു അന്വേഷണ ഏജൻസിയും കയറില്ല. അതേസമയം ഇതുപോലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസികൾ കയറുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ അവിടെ കയറിയത്? അപ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള എല്ലാ ബാധ്യതയും ഇപ്പോൾ IT വിഭാഗത്തിനുണ്ട്. കാരണം കഴിഞ്ഞ 10 നൂറ്റാണ്ടായി, 22 വർഷമായി, 25 വർഷമായി ബിസിനസ് രംഗത്ത് വലിയ വളർച്ച നേടിയ ഒരു ബിസിനസ്സുകാരനാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് ട്രാക്ക് റെക്കോർഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുരണ്ട ഒരു സാഹചര്യമില്ല, നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സെലിബ്രേഷനായി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്.